ഒരാൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടോ എന്നത് ഇപ്പോൾ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയും. അതിങ്ങനെ ഫേസ്ബുക്കിൽ എണ്ണി നോക്കുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എത്രയടാ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് കൂട്ടുകാർ എന്നത് പല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തെ. അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരുണ്ടാവണം എന്നാണോ? അങ്ങനെ അത്ര കൂട്ടുകാരൊന്നും വേണ്ട. നമ്മൾ കുറച്ചുകൂടി കൂട്ടുകാരൊക്കെ വന്നാൽ നമ്മുടെ സമയനഷ്ടം ഉണ്ടാവും, നമ്മൾക്ക് ശ്രദ്ധ കുറയും. അങ്ങനെയാണോ? എന്താണ് ശരിക്കും നമ്മളതിൽ ഒരു പൊതു നയമായി സ്വീകരിക്കേണ്ടത്? നല്ലോണം കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ സമയം വ്യക്തിപരമായ വളർച്ചയ്ക്കും നമ്മുടെ ആത്മീയമോ ഭൗതികമായ പുരോഗതിക്കും കൂടുതൽ പ്രയോഗിക്കാൻ വേണ്ടി കൂട്ടുകാരൊക്കെ ലിമിറ്റ് ചെയ്യുകയാണോ വേണ്ടത്? എന്താണ് അതിലൊരു നയം നമ്മൾ സ്വീകരിക്കുക? മനുഷ്യനെപ്പോഴും സാമൂഹ്യ ജീവിയാണെന്ന് പഠിച്ചു തുടങ്ങിയിട്ടാണല്ലോ നമ്മളിങ്ങനെ സ്കൂൾ കാലം കണ്ടുവന്നത്. സോഷ്യൽ ആനിമൽ. നമ്മൾ സോഷ്യലാവണം, എല്ലാവരോടും ഇടപഴകണം, നമുക്ക് ബന്ധങ്ങളുണ്ടാവണം, കൂട്ടുകാരുണ്ടാവണം. ഇസ്തക്സിറു മിനൽ ഇഖ്വാനി ഫില്ല. അങ്ങനെ ഇസ്തക്സിറു ഒന്നും രണ്ടും അല്ല, പരമാവധി കൂട്ടുകാരുണ്ടാവണം നിങ്ങൾക്ക്. ഫില്ലാഹി, അള്ളാഹിൻ്റെ മാർഗത്തിലാവണം. അതിനൊരു കാരണമുണ്ട്. ഏതെങ്കിലും ഒരാളുടെ റെക്കമെൻഡ് കൊണ്ട് നീ രക്ഷപ്പെട്ടാലോ, ഫൈനലി കുല്ലി മുഅ്മിനിൻ ഷഫാഅ, ഓരോരുത്തർക്ക് ചാൻസ് ഉണ്ടാവും. ചുരുങ്ങിയത് ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരാൾ നീ ആയാലോ, നിനക്ക് കുറേ നല്ല കൂട്ടുകാരുണ്ടാവണം. ശരിക്കും പരലോകത്തെത്തിയാൽ തന്നെ പരാജയം മുന്നിൽ കണ്ട് നരകത്തിലെത്തുന്ന മനുഷ്യന്മാർ പറയുന്ന ഒരു വർത്താനുണ്ട്, മാലനാമിൻ ഷഫിയ, ഒരു ചങ്ങായി ഇല്ലല്ലോ, കൂട്ടുകാരൻ ഇല്ലായിരുന്നു എന്നതിൽ പരിതപിക്കേണ്ടി വരും. അപ്പോൾ ചങ്ങാതിമാർ വേണം, ഫ്രണ്ട്സ് വേണം. എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്? ഗസാലി മാമ അതിനൊരു കാരണം പറയണത്, രണ്ട് കൈകളെ പോലെയാണ് സുഹൃത്തുക്കൾ എന്നാണ്. നമ്മുടെ ഇടത്തേക്കൊക്കെ എന്തെങ്കിലും ചെളിയായാൽ ഇത് ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യാനാ? കഴുകിത്തരാൻ ഒരാൾ വേണ്ടേ? ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന് ചിന്തിച്ച് ഒരു ഒറ്റക്കുള്ള പ്രസ്ഥാനം ആവരുത്. അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും. എല്ലാവരോടും ഇടപെട്ട് അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചു കൊടുത്ത് നമുക്കറിയാവുന്നത് അവർക്കും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇടപഴകി ജീവിക്കുന്ന ആളാണ് അഫ്ളലായ ഹൈറായ ഏറ്റവും മനുഷ്യൻ. അത് തന്നെയാണ് വേണ്ടത്. അവരാണ് സ്വർഗത്തിൽ ഒന്നിച്ചെത്തുക എന്നാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ. സ്വർഗക്കാർക്ക് ഭയങ്കര തിരക്കാണ്. ഇവിടുന്ന് കുറേ തിരക്കുണ്ടാവും, നന്മയുടെ തിരക്കുകൾ. വെറുതെ ഇരിക്കുന്ന ആൾ സ്വർഗത്തിൽ എത്തൂല എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. അതെ അതെ. ഇത് പറഞ്ഞ ഉടനെ പറയണത് ഹും വാസ്വാജുഹും. ഇവിടെ അസ്വാജുഹുവിൻ്റെ ഒരർത്ഥം കൂട്ടുകാർ, ഒന്നിച്ചെത്തുന്ന കൂട്ടുകാർ. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അയാൾക്ക് സ്വർഗത്തിലായപ്പോഴും സ്വർഗത്തിലെ സുഖങ്ങളും കൊടുത്താൽ പോരെ, ഫ്രണ്ട്സും കൂടി ഉണ്ടാകുമ്പോഴേ ഫുഡ് ഒരു രസമുള്ളൂ. ഫ്രണ്ട്സ് വേണം. അറിവാണെങ്കിൽ അറിവും ഉപകാരപ്രദമാകുന്നത് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ സുഖം പൂർത്തിയാവാൻ ഫ്രണ്ട്സ് കൂടി വേണം എന്നതുകൊണ്ടാണല്ലോ അല്ല ഉടനെ ഹും വാസ്വാജു എന്ന് പറയുന്നത്. സ്വർഗത്തിൽ തന്നെ അത് കൊടുത്തത്. അതെ അതെ. അപ്പോൾ സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ വർദ്ധിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ രീതി ആവേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് നല്ല കൂട്ടുകാരാണ് ഉണ്ടാവേണ്ടത്. നല്ല കൂട്ടുകാർ. ഇപ്പോൾ ഈ നല്ല കൂട്ടുകാർ എന്നതിന് പിന്നെ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്ന ഒരു നല്ല ഉണ്ടാവും, പിന്നെ ബിസിനസ്സുകാർ പറയുന്ന ഒരു നല്ല ഉണ്ടാവും. നല്ല അപ്പോൾ പലർക്കും ഈ നല്ല എന്നതിന് പല അർത്ഥമായിരിക്കും. ചിലർ നല്ല എന്ന് പറയുന്നത് നല്ല കാലിബറുള്ള ഒരാളെ, നിങ്ങൾ നല്ല ബുദ്ധി ശക്തിയുള്ള ഒരാളെ, വേറൊരാൾ ബിസിനസ്സിലൊക്കെ വിജയിക്കുന്ന ഒരാളെ നിങ്ങൾ എടുക്കണം. ചിലർ നല്ല ബിസിനസ് സാധ്യതയുള്ള പണമൊക്കെയുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ സുഹൃത്തുക്കളാക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണോ ലാക്കിങ് അതുള്ളവരെ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഐഡിയ ഉള്ളതെങ്കിൽ പൈസ ഉള്ള ആളെ കൂട്ടുകാരാക്കണം, പൈസയാണുള്ളതെങ്കിൽ ബിസിനസ് ഐഡിയ ഉള്ള ആൾ. എന്താണ് ശരിക്കും നമ്മൾ ഈ നല്ല കൂട്ടുകാർ എന്നതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു അൾട്ടിമേറ്റ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കണം? ആരാണ് ഈ നല്ല കൂട്ടുകാർ? അതൊരു മൾട്ടി ആൻസറാണ്. ക്വസ്റ്റ്യനും മൾട്ടി ആവണം എന്ന് തോന്നുന്നു. ഐ മീൻ എവിടേക്ക് നല്ല എന്ന് പറയണം. ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ നല്ല ആളാവണം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എല്ലാ കൂട്ടുകാർക്കും നല്ല ആളാവുകയും വേണം. അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. എൻ്റെ കൂട്ടുകാർക്ക് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെന്നും കൂടി എന്നെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് ഞാനാണ് ഏറ്റവും ഉഷാറെന്നായിരിക്കുമല്ലോ എല്ലാവരുടെയും. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ചാണ് പിന്നെ നമ്മൾ നിബന്ധനകളൊക്കെ വെക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാറില്ല.
പുട്ട് ഓൺ അതേഴ്സ് ഷൂസ് എന്ന് പൊതുവായൊരു പ്രയോഗമുണ്ട്. മറ്റേയാളുടെ ഷൂസ് ഒന്ന് ഇട്ട് നോക്കാൻ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി പറയാൻ നല്ല സുഖമാണ്. ഏതായാലും അത് നമ്മൾ വകയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ബാക്കി കുറേ ആളുടെ കൂട്ടുകാരനാണല്ലോ ഞാൻ. അതെ അതെ അതെ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ നല്ല കൂട്ടുകാരാവുക എന്ന് പറയണത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് അതിനെ ഹിക്കമിൽ വിശദീകരിക്കണത് 2 ക്വാളിറ്റീസ് വെച്ചിട്ടാണ്. ഒരു ആയിരക്കണക്കിന് ക്വാളിറ്റീസ് 2 സെൻറ്റൻസിൽ ഒതുക്കുക എന്നുള്ളതാണ് ഹിക്കം എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത തന്നെ. അതിന് വളരെ കൺസൈസ് ആയിട്ട് പറയാനല്ലേ. ആ കിതാബിന് ഇമാം സറൂഖ് തങ്ങൾക്ക് 30 വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഒറ്റ കിതാബിന്, ഒരു കിതാബിന് 30, ഒരു ഇമാമിന്, ഒരു പണ്ഡിതന് 30 ആംഗിൾ എന്നുള്ള വിശദീകരണമുണ്ട്. ഒരേ കാര്യത്തെ അയാൾക്ക് 30 തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നുണ്ട്. വലിയ വ്യാഖ്യാന സാധ്യത. ഹിക്കമിൽ പറയണത് അയാളുടെ പെരുമാറ്റ രീതിയും ഇടപെടലുകളും നിന്നെ ഉണർത്തുന്നില്ലെങ്കിൽ, നിനക്ക് പ്രോഗ്രസ് ഉണ്ടാക്കണില്ലെങ്കിൽ നീ അയാളോടൊപ്പം കൂട്ടുകൂടരുത്. സുഹൃത്ത് നല്ലതാണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ അവിടെ കണ്ടെത്തുന്നത്. അയാളെ കണ്ടാൽ നിനക്ക് കുറച്ച് പഠിക്കാൻ തോന്നുന്നുണ്ട്, നന്നായിട്ട് ഉമ്മാനെ സ്നേഹിക്കാൻ തോന്നുന്നുണ്ട്. നിന്നെ ഒരു ഉണർത്തുപാട്ടുകാരനാണ് അയാൾ, ഉറക്കുന്ന ആളല്ല. അയാൾ ഉണർത്തും. നിൻ്റെ എല്ലാ നന്മയുടെ മേഖലയിലും ഉണർത്തുന്ന ആളാണ്. അധികം പഠിച്ചിട്ടൊന്നും കാര്യമില്ല, തോറ്റ ആളാണ് ഭയങ്കര സയൻറ്റിസ്റ്റ് ആയത്. മഹാമണ്ഡത്തരങ്ങളാണെന്നല്ലോ. തോറ്റ ആളാണ് സയന്റിസ്റ്റ് ആണെന്ന് പറയുന്നത് തോൽവിയെ തന്നെ അയാൾ നിർവചിക്കാൻ പരാജയപ്പെടുന്നുണ്ട്. സയന്റിസ്റ്റ് ആയി എന്നുള്ളതിന് വിജയമാണല്ലോ. പിന്നെ തോറ്റ ആളാണ് സയന്റിസ്റ്റ് ആയി പറയുന്നത് അതെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? അപ്പൊ അധികം പഠിച്ചിട്ട് കാര്യമില്ല, നീ വീട്ടില് ഉമ്മാനും ഉപ്പാനെയും ഒന്നും സ്വീകരിക്കൊന്നും വേണ്ട. ഇങ്ങനെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയ ഒരാളെപ്പോലും നീ കൂട്ടുകൊണ്ടരുത്. എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്ന ആളായിരിക്കണം. എന്തൊരു വർത്താനാണത്. അത് എല്ലാ മേഖലയിലും എല്ലായിടത്തും ഫിറ്റ് ചെയ്യാനത്. അലസത ഉണ്ടാക്കുന്ന ആളല്ല വേണ്ടത്, ഒരു എനർജി തരുന്ന ആളായിരിക്കണം നല്ല കൂട്ടുകാരൻ എന്നത്. രണ്ടാമത്തത് മഹാനവറുകൾ തുടർന്ന് പറയണത് അയാളുടെ വർത്തമാനം മുഴുവനും നിന്നെ പരലോക ചിന്തയിലേക്ക് എത്തിക്കും. അയാളെ കണ്ടാൽ തന്നെ നിസ്കരിക്കാൻ തോന്നും. ഓൻ്റെ ഫോൺ എടുക്കുമ്പോൾ എന്നെ അറിയാം സുബിക്ക് വേണ്ടി മിസ് കോൾ അടിച്ചതായിരിക്കും ഉണ്ടല്ലോ. അയാളുടെ കൂടെ കൂടിയാൽ എന്തെങ്കിലും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാവങ്ങൾക്ക് കൊടുക്കും. കാരണം എൻ്റെ ആ കൂട്ടുകാരൻ മുമ്പിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടാൽ നമ്മളിങ്ങനെ കൊടുക്കാതിരിക്കുക. അപ്പോൾ പരലോക ചിന്തകൾ ഇങ്ങനെ നമുക്കൊന്ന് സിയാറത്തിന് പോയാലോ, നമുക്കൊന്ന് സ്വലാത്ത് മജ്ലിസിന് പോയാലോ, അയാളെ വർത്താനം മുഴുവനും തന്നെ നീ ഉമ്മാനെ നോക്കില്ല. അയ്യേ, ഇപ്പോൾ ചില കൂട്ടുകാർ കണ്ടിട്ടില്ലേ, എനിക്ക് തന്നെ ചില ചെറുപ്പക്കാരെ പരിചയമുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളോടൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വന്നിട്ട് ഉമ്മ ഞാനെത്തിയ ഒറ്റ മിനിറ്റ് അതെ എനിക്ക് ഉമ്മ വിളിക്കേണ്ടത് എന്താണ് ആ കുട്ടി. അതെ അതെ, ഞാനങ്ങനെ ആവുന്നുണ്ടോയെന്ന് ആ കുട്ടിയുടെ ഒരു വർത്തമാനത്തിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ചെക്ക് വരും കിട്ടി അമ്മയൊക്കെ എന്നുള്ളത്. അതെ അതെ അതെ, അതുണ്ടാക്കുന്ന ആളാണെന്നുള്ളതാണ് നല്ല കൂട്ടുകാരൻ എന്നുള്ള ഒരു എപ്പോഴും ഒരു ചെക്ക് വെക്കാനും നമ്മൾ പരലോകത്തേക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന. അപ്പോഴാണ് നല്ല കൂട്ടുകാരൻ. ഞാനങ്ങനെ ആവുന്നുണ്ടോ, എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണോ എന്നുകൂടി ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ്.